When the miles are too high for counting and the hills too steep to climb, when the world outside ain't making sense and the truth's too lost to find, when that line's too blurred for seeing and my wrong's too wrong to right, when I'm hanging by that final thread and my strong's too weak to fight, I hear a song, sweet song, singing to my soul. I see a lighthouse in a hurricane and it's leading me back home. And when I think about the only things in life that pull me through, I hit my knees and thank the Lord for Jesus and you. Oh yes I do. Every day I do. One is saving me a heaven when I leave this world behind, and one gives me just a little taste when she holds me late at night. They both give grace and it's amazing. They both have healing in their hands, and it ain't easy, but they're both making me a better man. And I hear a song, sweet song, singing to my soul. I see a lighthouse in a hurricane and it's leading me back home. And when I think about the only things in life that pull me through, I hit my knees and thank the Lord for Jesus and you. Every day I do. Yeah, yeah, yeah. Every day I do, yeah. Why you got a ring around your finger? Why he's got scars on his hands? Why you both promised me forever? God, I'll never understand. When I think about the only things in life that pull me through, I hit my knees and thank the Lord for Jesus. അങ്ങയുടെ ദരിദ്രഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനയിൽ ചെയ്ത ഈ അത്ഭുതം. Every day I do, yeah.
Jesus in you. Oh, I hit my knees and thank the Lord for Jesus in you. Love is lost and love is found. It gets you high, then pulls you down. It brings you to your knees, then comes and sweeps you off your feet. Love is blind but helps you see. It makes you cry, makes you believe. It spins you round and round, then puts you back on stable ground. But I would do it all. I would do it all. I would do it all again with you. Love is wrong and love is right. It's a patient heart with tired eyes. It'll bring you to the end and show you where your life begins. But I would do it all. I would do it all. I would do it all again with you. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോട് പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക.
നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാശുകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും, തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും നിന്റെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞുകിടക്കുന്ന മുന്തിരിവള്ളിയാകും, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ആദരിക്കുന്ന മനുഷ്യൻ ഇപ്രകാരം അനുഗ്രഹിതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ ഓശ്ലേമിന്റെ നന്മ നീ കാണട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നുള്ള ചിത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവും
തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിലുള്ള വായന. കർത്താവെ ആശ്രയിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിൽ കാണിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്ന മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളെ പിന്നെയൊടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല അലങ്കാരം, പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീനപാത്രമാണെങ്കിലും ജീവിതായകമായ കൃപയ്ക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടായിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടു കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഫരിസേയർ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാത്തുക്കുട്ടി, അനുമോൾ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മാത്തുക്കുട്ടിക്കും അനുമോൾക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുകയാണ്. എല്ലാ ദൈവാനുഗ്രഹങ്ങളും ധാരാളമായിട്ട് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇച്ചിരി കൂടെ ചിരിച്ചിരിക്കുക കേട്ടോ. ഈ ഫോട്ടോയൊക്കെ എടുത്ത്
ചിരിക്കുന്ന ഫോട്ടോ. മൊത്തത്തിൽ ഒരു ടെൻഷനാണ് അതിനിടയ്ക്ക് ഒരു ചിരി. ഇതെന്നറിയോ, ഈ ഫോട്ടോ ഇപ്പോൾ എടുത്ത ഫോട്ടോയുടെ ഗുണം എപ്പോഴാണെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ പിള്ളേർ ഈ ആൽബം മറയ്ക്കുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവണ്ടേ, ഇല്ലേ അവർ നമ്മളെ കളിയാക്കും അന്നേരം. അപ്പം ഏതായാലും ഈ ആകുലതയുടെ ആവശ്യമില്ല. കാരണം ഇത് നമ്മുടെ പദ്ധതിയല്ല എന്നുള്ള കാര്യം ആദ്യമേ നിങ്ങൾ മനസ്സിൽ കാണണം. കാരണം മാത്തുക്കുട്ടിയും അനുമോളും രണ്ടുപേരും മതാധ്യാപകരാണ്. കുട്ടികളെ ഈശോയെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നവരാണ്. രണ്ടുപേരും സഭയുടെ യുവജന പ്രസ്ഥാനത്തിൽ സജീവ സാന്നിധ്യങ്ങളായിട്ടുള്ളവരാണ്. എല്ലാ മേഖലകളിലും ദേവാലയത്തോടും ദൈവശുശ്രൂഷയോടും ശുശ്രൂഷകരോടും ഒക്കെ ചേർന്ന് നിന്ന് വ്യാപരിക്കുന്നവരായതുകൊണ്ട് തന്നെ തമ്പുരാൻ്റെ ആ വലിയ ഒരു കയ്യൊപ്പും തമ്പുരാൻ്റെ ഒരു ഇടപെടലും നിരന്തരം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അച്ഛന് സ്നേഹത്തോടെ ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത് ഒരു കൊച്ചു വചനമാണ്, നിങ്ങളുടെ ഓർമ്മയിൽ വെക്കാനായിട്ട്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നാശത്തിനുള്ള പദ്ധതിയല്ലത്, ക്ഷേമത്തിനും ശുഭകരമായ ഭാവിക്കും വേണ്ടി പ്രത്യാശ നൽകുന്ന പദ്ധതിയാണ്. അപ്പോൾ തമ്പുരാൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്നേ ദിവസം ഈ പരിശുദ്ധമായ ആലയത്തിൽ രണ്ട് കുടുംബങ്ങൾ ഒന്നു ചേർന്ന് നിങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബമായി മുൻപോട്ട് പോകാനുള്ള സാധ്യത തെളിഞ്ഞു വന്നത്. അല്ലാതെ നമ്മുടെ കഴിവുകൊണ്ടോ കാര്യപ്രാപ്തി കൊണ്ടോ നമ്മുടെ അഴകോ ആകാര ഭംഗിയോ ജോലിയോ സാധ്യതകളോ കൊണ്ടൊന്നുമല്ല. അതിനപ്പുറത്ത് കർത്താവിൻ്റെ വലിയൊരു പദ്ധതി കാലങ്ങൾക്ക് മുൻപേ നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഉൽപ്പത്തി പുസ്തകം പറയുമല്ലോ, അവൻ ഏകനായിരിക്കും നല്ലതല്ല, അവന് ചേർന്നൊരു ഇണയെ ഞാൻ നൽകും. അപ്പം ഇതേ കാര്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും പൂർത്തിയാകുന്നു എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി തന്നെ ഒരുമിച്ച് ഒരേ അച്ചുതണ്ടിൽ കറങ്ങുന്നത് പോലെ ഒരേ ആത്മാവോടും ഒരേ ശരീരത്തോടും ഒരേ മനസ്സോടും കൂടി തീക്ഷ്ണതയോടെ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാം ആത്മാർത്ഥമായി വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഈ സാധാരണ ഈ ഓണക്കാലഘട്ടത്തിൽ നമ്മൾ നടത്താറുള്ള ഒരു മത്സരമുണ്ടല്ലോ. ഇപ്പോൾ ഈ ഓണം അങ്ങ് കഴിഞ്ഞേ ഉള്ളൂ. അത് ഈ മുക്കാലിയോട്ടം എന്നൊക്കെയാണ് പറയുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ, രണ്ടുപേരെ അടുത്തടുത്ത് നിർത്തും, എന്നിട്ട് രണ്ടുപേരോടും തോളെ കൈയിടാൻ പറയും. ആ രണ്ടുപേരിൽ ഓരോരുത്തരുടെ കാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടും, എന്നിട്ട് ഓടിക്കൊള്ളാൻ പറയും. പല ടീം കാണും, പക്ഷെ അതിനകത്ത് ഒരു പക്ഷേ ജയിക്കുന്നത് ഇച്ചിരി തടിയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. വലിയ ഓട്ടക്കാരൻ ചിലപ്പോൾ ജയിച്ചൊന്നും വരത്തില്ല. കാരണം എന്താ ബാലൻസ് ഒരു കാര്യമാണ്, ഒരുപോലെ സ്റ്റെപ്പ് വെക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഒരാൾക്ക് സ്പീഡ് കൂടിയ പ്രശ്നമാണ്, ഒരാൾക്ക് സ്പീഡ് കുറഞ്ഞാലും പ്രശ്നമാണ്. രണ്ടുപേരും ഒരുപോലെ സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോഴാണ് വീഴാതെ പരസ്പരം താങ്ങായി തണലായി അങ്ങേയറ്റം വരെ എത്തിച്ചേരാൻ പറ്റുക. ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് ആ ഒരു ഓട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. ഇത്രയും നാൾ മാത്തുക്കുട്ടിയെ സംബന്ധിച്ച് മാത്തുക്കുട്ടിയതായിട്ടുള്ള ചിന്താഗതികളും രീതികളും ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അനുമോളെ സംബന്ധിച്ച് വളർന്നു വന്ന പശ്ചാത്തലവും ജീവിത സാഹചര്യങ്ങളും ചിന്താഗതികളും ഒക്കെ അങ്ങനെ നിലനിന്നിരുന്നു. പക്ഷേ ഇനി മുൻപോട്ടോടുമ്പോൾ ഈ രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ട് ഗുണിച്ച് ഹരിച്ച അവസാനം ഒറ്റ ഉത്തരവ് വരാവുള്ളൂ. രണ്ടുപേർക്കും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഇഷ്ടങ്ങളുണ്ട്, ഇഷ്ടക്കുറവുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് അവസാനം ഒറ്റ ഉത്തരത്തിൽ നിന്ന് മുൻപോട്ട് പോകാനായിട്ട് പറ്റുമ്പോഴാണ് കുടുംബജീവിതം ഏറ്റവും മനോഹരമായിട്ട് മാറുക, സുന്ദരമായിട്ട് മാറുക. അപ്പോൾ അതിന് സാധിക്കും. അതിനുള്ള കൃപയും അനുഗ്രഹവും ഒക്കെ തമ്പുരാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്പ സമയം കഴിയുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും വലത് കരങ്ങൾ തമ്മിൽ ചേർത്ത് പിടിക്കാൻ പറയും. ആ സമയത്ത് മറ്റേ കരം ഫ്രീ ആണ്. ആ രണ്ട് കരവും കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക, മുറുകെ പിടിക്കുക. അപ്പോൾ നമ്മുടെ കഴിവും കാര്യപ്രാപ്തിയും എന്നതിനപ്പുറത്ത് ഈശോയുടെ ഒരു ഇടപെടൽ നിരന്തരം ജീവിതത്തിൽ ലഭിക്കാനായിട്ട് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ് കൂടി കൂടുതൽ ചേരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയാവും. വിവാഹം 3 പേരാണെന്നാണല്ലോ പറയുക, നിങ്ങൾ രണ്ടും തമ്പുരാനും. ആ 3 പേരും കൂടെ കൂടിച്ചേർന്നുള്ള കുടുംബം മുമ്പോട്ട് പോകുമ്പം എപ്പോഴും സ്നേഹത്തിൽ സന്തോഷത്തിൽ അധിഷ്ഠിതമായ ഒരു കുടുംബമായിട്ട് മുൻപോട്ട് പോകും. ആ ഒരു ചിന്ത, ആ ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാകട്ടെ. ഇതിലും കൂടുതൽ ഉപദേശങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് എനിക്കറിയാം. കാരണം രണ്ടുപേരും മതാധ്യാപകരും അതുപോലെ എല്ലാ മേഖലകളിലും സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരും ഒക്കെയാണ്. രണ്ട് കുടുംബവും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിച്ച് മുമ്പോട്ട് പോകുന്നവരാണ് രണ്ടുപേരും. രണ്ട് കുടുംബത്തിൻ്റെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട്. ഇപ്പം അനുമോളെ സംബന്ധിച്ച് എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ വികാരിയച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഇടവകയിലെ ഓരോ കാര്യങ്ങൾക്കും, പ്രത്യേകിച്ച് യുവജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മതബോധന രംഗത്ത് അല്ലെങ്കിൽ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനും നമുക്ക് ഉറച്ച ബോധ്യത്തോടെ വിശ്വാസത്തോടെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു കരങ്ങളാണ്. അപ്പോൾ ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. അതുപോലെ കുടുംബത്തിലാണെങ്കിലും വളരെ ഭംഗിയായിട്ട്
വീട്ടിലെ എല്ലാ കാര്യങ്ങളും തുടക്കം തൊട്ട് അവസാനം വരെ എന്ന രീതിയിൽ A to Z എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കൃത്യമായി നോക്കി മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വം. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കരുണയും കരുതലും സ്നേഹവും ഒക്കെ തുടർന്നും രണ്ട് കുടുംബങ്ങൾക്കും ഒരുമിച്ച് അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഇനി ഈ ഒരു ഉപദേശമൊക്കെ പറഞ്ഞ് നിർത്തുക. ഒന്നും നിങ്ങൾ ടീച്ചർമാരുടെ ഉത്തരവല്ല വേണ്ടേ. ഒന്നും ഇവിടെ വലിയ ഒന്ന് നമ്മൾ കണക്ക് പഠിപ്പിക്കുമ്പോൾ 1, 2 എന്ന് പറയാം. പക്ഷേ കുടുംബജീവിതത്തിനകത്ത് പറ്റുമോ? നിങ്ങൾ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എല്ലാവരും. കുടുംബജീവിതത്തിൽ 1, 2 എന്ന് പറയാൻ പറ്റുമോ? ഒരു രക്ഷയില്ല. ഒന്നും ഇവിടെ വലിയ ഒന്ന്. അതാണ് അച്ഛൻ ഇത്രയും നേരം പറഞ്ഞത്. എല്ലാം കൂടി കൂട്ടിക്കുറച്ച്. കാരണം ചില ഇഷ്ടങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. ചില ഇഷ്ടക്കേടുകൾ നമ്മുടെ ഇഷ്ടമായിട്ട് മാറും. ചിലയിടങ്ങൾ നമ്മൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് നമ്മൾ നടിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു കണ്ണ് ഒരു കൈ ഒരു കണ്ണ് കാലും ഒക്കെ ഇല്ലാത്ത രീതിയിൽ നമ്മൾ പോകേണ്ടി വരും. എന്നാലും അവസാനം ഉത്തരം ഒന്നാകും. അവിടെ വിജയിക്കാൻ സാധിക്കും. അപ്പം അതിന് തമ്പുരാൻ കൃപ തരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഈ വിവാഹത്തിന് ഒന്നെങ്കിൽ മാത്തുക്കുട്ടിയുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അനുമോളുടെ വീട്ടിൽ നിന്നോ വിളിച്ചിട്ടാണല്ലോ നമ്മൾ ഇത്രയും പേര് വന്നിട്ടുള്ളത്. നിങ്ങളോടും കൂടെ ഒരു കുഞ്ഞു ഉപദേശം. കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നവരുണ്ട്. കല്യാണത്തിന് വേണ്ടി തന്നെ പുതിയ ഡ്രസ്സ് എടുത്ത ആൾക്കാരുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരുങ്ങി വരുന്നിരിക്കുന്ന ആൾക്കാർ. എല്ലാം നല്ലതാണ്. അപ്പോൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ കല്യാണത്തിന് വരാത്തവർ നിങ്ങളോട് ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും പറയാൻ സാധ്യതയുള്ളൊരു മറുപടി? പറയണ്ട. ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട്. പലരെയും ഞാൻ കണ്ടപ്പോൾ പലർക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുള്ള ഉത്തരം അച്ഛാ സൂപ്പറായിരുന്നു അച്ഛാ. മീൻ കറിക്ക് ഒരു ഇച്ചിരി പുളി കൂടുതലായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഡെസേർട്ട്സ് എത്ര ടൈപ്പായിരുന്നു അറിയാമോ? പെങ്കൊച്ചിൻ്റെ സാരി നല്ലതായിരുന്നു, സ്റ്റേജ് സൂപ്പറായിരുന്നു, നെക്ലേസ് നല്ലതായിരുന്നു, ചെറുക്കൻ്റെ ഹെയർ സ്റ്റൈൽ വെറൈറ്റി ആയിരുന്നു. ഇതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ആരും അച്ഛാ എന്ത് പരിശുദ്ധാത്മ അഭിഷേകമായിരുന്നെന്ന് അറിയാവോ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ 2 കുടുംബാംഗങ്ങൾ ഇവരുടെ കുടുംബത്തിൽ നിന്ന് നമ്മളെ ഇന്നത്തെ ഈ ഒരു ദൈവികമായിട്ടുള്ള ഇടപെടലിന്, ഈ ഒരു കൂദാശയ്ക്ക്, ഈ കൂദാശ പരികർമ്മം ചെയ്യപ്പെടുന്ന വേദിയിൽ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ ഇവരാഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു നിമിഷം ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് ഈ മക്കൾക്ക് വേണ്ടിയിട്ട്, ഇവരുടെ ഭാവി ജീവിത വഴികൾക്ക് വേണ്ടിയിട്ട്, ഇവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇവരുടെ പ്രതീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇവർക്ക് നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനവും ഏറ്റവും വലിയ സ്നേഹവും. അപ്പോൾ ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. അല്പസമയം കഴിയുമ്പോൾ ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും എന്നൊക്കെ പറഞ്ഞ് പ്രതിജ്ഞയൊക്കെ ചൊല്ലി കുടുംബജീവിത വഴികളിലേക്ക് പോകുന്ന സമയത്ത് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഒരു നിമിഷം മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. കർത്താവേ, ഇന്ന് തുടങ്ങുന്ന ഈ ജീവിതം ഏറ്റവും മനോഹരമായി, ഏറ്റവും ഭംഗിയായി പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ നിറവോടുകൂടി മുൻപോട്ട് കൊണ്ടുപോകാൻ ഈ മക്കളെ അനുവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. മറക്കില്ലല്ലോ അല്ലേ? അതേ ഉള്ളൂ നിങ്ങൾക്കുള്ള ഉപദേശം. ഇനി നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർ, പെങ്കൊച്ചിൻ്റെ വീട്ടുകാർ, ചെറുക്കൻ്റെ വീട്ടുകാർ, നിങ്ങളുടെ ഒരു കൊച്ചു കാര്യം. ഇന്നത്തെ സുവിശേഷ വായനയുടെ ഏറ്റവും അവസാനത്തെ വാചകം നിങ്ങൾ സൃഷ്ടിച്ചായിരുന്നോ? എൻ്റെ അച്ഛാ 100 കൂട്ടം ആകുലതയായിട്ട് നിൽക്കണം. അതിനിടയ്ക്ക് ഇനിയിപ്പം അത് സംഭവം ഇത്രയേ ഉള്ളൂ. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ. അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതെന്നറിയോ? ആർക്ക് വേണ്ട? ഈ ഏറ്റവും അടുത്ത ബെഞ്ചായിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കല്യാണത്തിലും. കാരണം ഇവർക്ക് 2 പേർക്കും പ്രായപൂർത്തിയായി ഒരു കുടുംബജീവിതം നയിക്കാനുള്ള പ്രാപ്തിയായി, ത്രാണിയായി എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഇവർ കുടുംബജീവിതത്തിലേക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത്, അല്ലേ? അപ്പം അങ്ങനെയാണ് ഇനി അവർ ജീവിച്ചോളൂ എന്ന്. ഇത്രയും നാൾ എൻ്റെ കൊച്ചങ്ങനെയല്ലായിരുന്നു, പെങ്ങൾ അങ്ങനെയല്ലായിരുന്നു, അല്ലെങ്കിൽ അവൻ അങ്ങനെയല്ലായിരുന്നു, മോൻ അങ്ങനെയല്ലായിരുന്നു, ഇതിനൊന്നും ഇനി പ്രസക്തിയില്ലാന്ന്. ഇനി അവർ ജീവിക്കട്ടെ, അവർ തീരുമാനങ്ങൾ എടുക്കട്ടെ, അവർ ജീവിക്കട്ടെ, അവർ മുൻപോട്ട് പോകട്ടെ. ഇനി അവരെന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അവരുടെ മുമ്പിൽ നിൽക്കണ്ട, സൈഡിൽ നിൽക്കണ്ട, മുകളിൽ നിൽക്കണ്ട, പിറകിൽ നിൽക്കുക. എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, പിന്നിൽ നിൽക്കുക, ആവശ്യമുള്ളപ്പോൾ സപ്പോർട്ട് ചെയ്യുക. കാരണം ദൈവം തിരഞ്ഞെടുത്തതാണ്, ദൈവം മുറുകെ പിടിച്ചുകൊള്ളും, ദൈവം മുൻപോട്ട് കൊണ്ടുപോയിക്കൊള്ളും. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിലും ഉണ്ടാകട്ടെ. ദൈവം സംയോജിപ്പിച്ചത് ദൈവമായിട്ട് തന്നെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊള്ളും. അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയോട് ചേർന്ന് സഭയുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഏറ്റവും മനോഹരമായിട്ട് നിങ്ങളുടെ പഠിപ്പീരിൻ്റെ മേഖലകൾ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങൾ, എല്ലായിടത്തും ഈശോയെ കൊടുത്ത് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ അനേകം മക്കൾ നിങ്ങളിലൂടെ രൂപപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയിൽ വരുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കും അനവധി കുഞ്ഞുങ്ങൾ ഉണ്ടായി ആ കുഞ്ഞുങ്ങളെല്ലാം സഭയോട് ചേർന്ന് വളരുന്ന സാഹചര്യം ഉണ്ടാകട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
ഒന്നും ഇമ്മണി വലിയ ഒന്ന് എന്ന കാര്യം മറക്കാതിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു നിമിഷം ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കാം. ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ ദൈവം യോജിപ്പിച്ചതാണ്. ദൈവം അവരെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊള്ളും. നമുക്കൊന്നു ചേർന്ന് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, മാത്തുക്കുട്ടിയുടെയും അനുമോളുടെയും വിവാഹത്തിൽ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അരുണച്ചൻ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി മനസ്സൊരുക്കി ഹൃദയമൊരുക്കി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് നാം എല്ലാവരും ഈ ദേവാലയത്തിൽ തിരുവൽത്താരുടെ മുൻപിൽ ആയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇവർക്ക് വേണ്ടിയിട്ട് മാത്തുക്കുട്ടിക്കും അനുമോൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അനുമോളെ കുട്ടമ്പുഴം ഇടവകയിൽ നിന്നും ഈ പൊന്നന്താനം ഇടവകയിലേക്ക് ഏറ്റവും ഹൃദയംഗമമായിട്ട് സ്വീകരിക്കുകയും എല്ലാവിധ സ്വാഗതവും നേരുന്നു. അരുണച്ചൻ എങ്ങനെയാണ്? അതായത് ഒരു പെണ്ണിൻ്റെ കല്യാണം വന്നു, ഇടവക മൊത്തം അങ്ങോട്ട് പോന്നിരിക്കുക. അച്ഛനും കൂടെ പോന്നു, പിന്നെ പോരായിരിക്കാൻ പറ്റുമോ ഇടവക്കാർക്ക്? അപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് പോന്നിരിക്കുന്നു. സന്തോഷമുണ്ട്. എല്ലാവരെയും കുട്ടമ്പുഴ ഇടവക്കാരെയും ഈ പൊന്നന്താനം ഇടവകയിലേക്ക് പൊന്നുപോലെ സ്വീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പൊന്നു പോലെയുള്ള തങ്കം പോലെയുള്ളൊരു പെണ്ണിനെ ഇങ്ങോട്ട് തന്നതിനും പ്രത്യേകം നന്ദി അനിൽ ചേട്ടനും അതുപോലെ തന്നെ അമലിനും അലിനും ആശംസിക്കുകയും ചെയ്യുക. കാരണം അവരുടെ പൊന്നാര പെങ്ങളെ അത് പൊന്നാര മോളെ ഇങ്ങോട്ട് തന്നേക്കും. ഞങ്ങളെല്ലാവരും മാത്തുക്കുട്ടി രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ഈ അനുമോൾ ജനിച്ചിരിക്കുന്നത് ജനനത്തീയതി അറിയാമോ? ജനുവരി 1-ാം തീയതിയാണ്. അപ്പോൾ പുതുവർഷത്തിൽ സമ്മാനം എന്ന രീതിയിൽ മാതാപിതാക്കന്മാർക്ക് അനുമോളെ കിട്ടി. അതുപോലെ തന്നെ മാത്യുവിനും ഡേസി അമ്മയ്ക്കും കിട്ടിയിരിക്കുക. അപ്പോൾ അവരുടെ വീട്ടിൽ ജനുവരി 1-ാം തീയതി ജനിച്ച ഒരു മകളെ ഇന്ന് അവർക്കും ഒരു മകളായിട്ട് ലഭിച്ചിരിക്കുക. 3ാമത്തെ മകളായിട്ട്, ഇളയ മകളായിട്ട് സ്വീകരിച്ചിരിക്കും. ഇനി അനുമോളെ നീ എന്നാ ഓർത്ത ഇതിൻ്റെ കൂടെ കൂടിയേക്കണം? അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. പേടിയുണ്ടോ? ആനച്ചേട്ടന് പേടിയുണ്ടോ? ഇല്ല. ദേശീയമ്മയ്ക്കോ? സ്വീകരിച്ചിരിക്കുന്നു അല്ലേ? അപ്പോൾ 2 പേരും സ്വീകരിച്ചിരിക്കുന്നു. ഞാനോട് അച്ഛൻ പറഞ്ഞതുപോലെ ഇനി വേറെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കരുത്, ഭംഗിയായിട്ട് പൊക്കൊള്ളുക. ഇനി അനുമോളെക്കുറിച്ച് അച്ഛൻ ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു. അവിടെ ഇടവകയിൽ ഭംഗിയായ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും വേദപഠാധ്യാപികയായിട്ടും മറ്റെല്ലാ കാര്യങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മകളാണ് അനുമോളെന്ന് പറഞ്ഞു. ഇതുപോലെ എനിക്ക് മാത്തുക്കുട്ടിയെക്കുറിച്ച് 2 എണ്ണം പറയണമല്ലോ. അവിടുത്തെ മാത്രം അങ്ങ് പൊക്കിപ്പിടിച്ച ശരിയാകത്തില്ലല്ലോ. അപ്പോൾ മാത്തുക്കുട്ടിയെ ഞാൻ ആദ്യം കാണുന്നത് അവിടെ വരുമ്പോൾ ഈ കപ്പ്യാരായിട്ട് ഈ മാത്തുച്ചേട്ടൻ ഇല്ലാത്ത അവസരത്തിൽ നുഴഞ്ഞു കയറി കപ്പ്യാർ സ്ഥാനം ഏറ്റെടുക്കും. എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ, അസൗകര്യം ഉണ്ടെങ്കിൽ ഇവിടുത്തെ കപ്പ്യാർ എല്ലാ കാര്യങ്ങളിലും സഹായിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത് മാത്തുക്കുട്ടീനെ. രാവിലെ വന്ന് ചിലപ്പോൾ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ വന്ന് ബാഗ് തുറക്കാൻ വരും. പള്ളിയുടെ മുകളിലായിരുന്നു പള്ളി. അപ്പം അങ്ങനെ ദേവാലയ ശുശ്രൂഷയുടെ കപ്പ്യാർ. പിന്നെ കുർബാനയ്ക്ക് കൂടാൻ വേണ്ടി പറഞ്ഞാൽ കുർബാനയ്ക്കും കൂടും. അപ്പം അങ്ങനെ ദേവാലയ ശുശ്രൂഷ, കപ്പ്യാർ, അതുപോലെ തന്നെ അൾത്താര ശുശ്രൂഷ. പിന്നെ ഇവിടെ ബൈബിൾ നേഴ്സറിയിലെ അംഗമാണ് മാത്തുക്കുട്ടി. കൊച്ചു പിള്ളേരുണ്ട്, അവരുടെ ഇടയ്ക്കലും പോയി പോവും. അവിടുത്തെ ഈ ബൈബിൾ നേഴ്സറിയിലെ അംഗം ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ കൊച്ചു പിള്ളേർ കയറി വരുമ്പോൾ അവർ 2 കൈ ഊപ്പിപ്പിടിച്ച് കുരിശ് വരപ്പിച്ച് കൊടുക്കുന്ന ഒരു മനുഷ്യൻ. അമ്മമാർ പോലും ചെയ്യത്തില്ല. അതുപോലെ തന്നെ പിന്നെ ഈ പിള്ളേർക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പോവാൻ പുറന്ന് പറഞ്ഞില്ല, അന്നേരം അവരെ ഇറക്കിക്കൊണ്ട് പോയി മുള്ളിച്ചുകൊണ്ട് വരും. അപ്പം അങ്ങനെ തിരുബാല സഖ്യത്തിലെ അംഗമാകും. നോക്കുകയല്ല, തിരുബാല സഖ്യത്തിലെ കൊച്ചുകുട്ടികളെ. പിന്നെ അതുപോലെ തന്നെ മിഷൻ ലീഗിലെ അംഗമാണ്. മിഷൻ ലീഗ് അംഗമാണ് ഞാൻ പറഞ്ഞത്. നോക്കുകയല്ല,
ഒരു അംഗത്തെ പോലെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ തിരുബാല സഖ്യത്തിൽ, മിഷൻ ലീഗിൽ, ഇനി യുവജന സംഘടനയിലും പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ രീതിയിലെല്ലാം പ്രവർത്തിക്കും. പിന്നെ ഞങ്ങളിവിടെ നിന്നും കാണാത്തൊരു ദൃശ്യം എനിക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നും മാതാക്കൾ ടൂർ പോയി കഴിഞ്ഞപ്പോൾ മാതാക്കൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്ന, വേറെ ആരെയും കൊണ്ടുപോയില്ല. ഞാൻ ബസ്സിൽ ഏറ്റവും അവസാനം കയറിയപ്പോഴാ മാത്തുക്കുട്ടി കയറി മുമ്പിലിരിക്കുക. മാതാക്കളുടെ സംഘടനയിലും മാതൃദീപ്തിയുടെ അംഗവും. അതുപോലെ തന്നെ അങ്ങനെ എല്ലാ കാര്യം. പിന്നെ സ്കൂൾ വേദപാഠ അധ്യാപകൻ എല്ലാം നേരത്തെ വന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ തോട്ടക്കര സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ, അധ്യാപന രംഗത്തിൽ. ഇനി അങ്ങനെ എല്ലാം നമ്മുടെ ഇടവകയിലെ എല്ലാം നോക്കുമ്പോഴാണ് പിന്നെ ഞാൻ ഏറ്റവും പ്രത്യേകമായിട്ട് കണ്ടത്, ഈ മാത്തുക്കുട്ടി ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അവിടെ പുൽക്കൂടുണ്ടാക്കുന്ന സമയമാകുമ്പോൾ ഒരു ഡിസംബർ 5-ാം തീയതി മുതൽ ഇവിടെ നക്ഷത്രം കെട്ടലും ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ പുൽക്കൂട് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള രാത്രി മുഴുവനും അധ്വാനിക്കുന്നവർ. അപ്പോൾ നന്നായിട്ട് പുൽക്കൂടുണ്ടാക്കാൻ അറിയാം. കുറേ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കുന്ന, ഇവനിങ്ങനെ പുൽക്കൂടുണ്ടാക്കിക്കൊണ്ട് പള്ളിയിൽ പുൽക്കൂടുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ പോരല്ലോ, വീട്ടിലും പുൽക്കൂടുണ്ടാക്കണ്ടേ എന്ന്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഒത്തു വന്നിട്ടുണ്ട്, ഇനി വീട്ടിൽ പുൽക്കൂടുണ്ടാക്കും. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വീടിനേക്കാളും ഉപരിയായിട്ട് പള്ളിയുടെ അംഗം, അച്ഛന്മാരില്ലെങ്കിലും മാത്തുക്കുട്ടിയായി. അപ്പം അതുപോലെ അതായത് പള്ളി സ്വന്തമായിട്ട് തൻ്റെ സ്വന്തം എന്ന രീതിയിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ കിട്ടാനില്ല. അതുകൊണ്ട് അനുമോട് ഒത്തിരി പൊങ്ങണ്ട കേട്ടോ. അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു ചെറുപ്പക്കാരൻ അപ്പം എല്ലാ പ്രാർത്ഥനയിലും, അതുപോലെ കുടുംബ കൂട്ടായ്മയിലും അവിടുത്തെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ അവിടെയും വരും. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും, അതായത് പള്ളി വിട്ടിട്ടൊരു പരിപാടി മാത്തുക്കുട്ടിക്കില്ല. അപ്പം അതുകൊണ്ട് മാത്തുക്കുട്ടിക്ക് വേദപാഠ അധ്യാപകരുടെയും പാരിഷ്കരണ സംഘങ്ങളുടെയും കൈക്കാരന്മാരുടെയും എല്ലാ ഭക്തസംഘങ്ങളുടെയും പേരിൽ ഇവർക്ക് വേണ്ടി എല്ലാ മംഗളങ്ങളും ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതായത് അനുമോളും ഇനി മാത്തുക്കുട്ടിയുടെ കൂടത്തിൽ പള്ളിയിലേക്ക് വരുമല്ലോ എന്ന് വിചാരിച്ച് അമ്മയ്ക്ക് ദേശീയമ്മയ്ക്ക് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി ഇനി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കാം. രണ്ടുപേർക്കും എല്ലാവിധ വിവാഹത്തിൻ്റെ എല്ലാവിധ വിജയങ്ങളും ഭാവങ്ങളും ആശംസിക്കുന്നു. അതുപോലെ തന്നെ മറ്റേ എഡ്യൂക്കേഷൻ സെക്രട്ടറി അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ വരുമ്പോഴും പറഞ്ഞോളും. എല്ലാ അച്ഛൻ്റെ പേരിലും ഇവിടെയുള്ള എല്ലാ വൈദികരുടെയും പേരിൽ, അതുപോലെ എല്ലാ ഇടവക്കാരുടെയും പേരിൽ എല്ലാവിധ വിജയങ്ങളും ഭാവങ്ങളും പ്രാർത്ഥനകളും നേരുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹം എന്ന കുദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവെ ഈ വധുവന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപരമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ താനായില കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരതരായി ജീവിക്കുവാൻ സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതം അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധ ആത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണത ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കുദാശയിൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതർ തങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖ്യയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോട് പരികർമ്മം ചെയ്യാൻ അങ്ങയുടെ ദാസിനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരും സമൃദ്ധമായി നിച്ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. ആനന്ദിക്കുക പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നീത തിരുമണവാളൻ മണവരങ്ങൾ നയിച്ചു. മിശിഹായുടെ നിയമവും മാത്തുക്കുട്ടി എന്ന് വിളിക്കപ്പെടുന്ന മത്തായി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണ സമ്മതത്തോടും കൂടെ കൊച്ചു അനുമോൾ എന്ന് വിളിക്കപ്പെടുന്ന കൊച്ചു ത്രേസ്യയായ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. അനുമോൾ എന്ന് വിളിക്കപ്പെടുന്ന കൊച്ചു ത്രേസ്യ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മാത്തുക്കുട്ടി എന്ന് വിളിക്കപ്പെടുന്ന മത്തായിയെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുവിൻ. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
മാംഗല്യ സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോട് ചേർത്താൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. പിതാവും കന്യാംബികയും കോമൽ സുരനാമീശോയും ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. Yeah.
Feels like the first time, every moment I'm with you. You still catch my eye with every little thing you do. It's like a river wild, running as free as it can be. Oh, it's waking up and realizing I'm still in a dream. Oh, let's go wherever the wind blows. Fly away where only the stars go. There's no end in sight. Let's get lost in time.
എങ്കിലും It's our honor to officially introduce them to you. Let me begin with the bride, Miss Animal Anthony, daughter of Mr. Anthony and late Miss Rosalie Anthony, Vadakkeparambil House, Kuttambura. She is currently working as an English teacher at St. Joseph High School, Viliyachal. Now about the groom, Mr. Mathukutti Baby, son of the late Mr. Baby Mathai, and Mrs. Daisy Baby, Vertical House, Olamattu. He is also a teacher at Totagara School. ഇന്നത്തെ ഈ ദിവസം ഇത്രയും മനോഹരമായ ഇവരെ പോലെ തന്നെ ഒരുപക്ഷെ ഇവരെക്കാൾ അധികമായി ആഗ്രഹിച്ചവരാണ് അവരുടെ കുടുംബാംഗങ്ങൾ. Let me invite their parents and siblings onto the stage. ആദ്യം തന്നെ അനുചേച്ചിയുടെ ഫാമിലിയെ സ്വാഗതം ചെയ്യുകയാണ്. ചേച്ചിയുടെ ഫാദർ മിസ്റ്റർ ആന്റണിയെയും ഒപ്പം സഹോദരങ്ങളായ അമലിനെയും അനിലിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്തുക്കുട്ടിയുടെ അമ്മ ഡെയ്സി അമ്മയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പുതിയ ജീവിതയാത്രയുടെ തിരശ്ശീല ഇതാ ഉയരുന്നു. തങ്ങളുടെ സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും പ്രതീകമായി വധൂവരന്മാർ തിരിതെളിക്കുന്ന ചടങ്ങാണിനി. തിരിതെളിക്കുന്നതിനായി മാത്തുക്കുട്ടിയെയും അനുചേച്ചിയെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ചെറുക്കനും പെണ്ണിനും മധുരം വെക്കട്ടെ. ചെറുക്കനും പെണ്ണിനും മധുരം വെക്കട്ടെ. I saw your face that night. It took 5 seconds to fall in love and 2 more to make you mine. Now it's 4 in the morning, sunset and 7 minutes with you and it's heaven. Ain't an hour that rolls by. I love you 24/7, 365. Give you my name if you wanted to. Key to my heart if you wanted to. And I hope and pray that you stay right here till we're old and gray in our last few years. I'm on a knee, I just need a yes. A couple kids and a picket fence. Share the memories like an open book. Every page I read is still got me hooked and I'm fine. Spending my whole life on everything you like. Is it obvious that all of this is right? 'Cause it's been
heaven. Ain't it out with that rose bar? I love you 24/7, 365.
If there's an open way, I'll just run while everything else fades and turns to dust. We're searching to find a way from here. We'll follow our souls into the night. Let's disappear, 'cause wherever we go, love is on our side. Love is on our side. Love is on our side. Keep rolling like the waves and crash the sand. With every word you say, in faith we stand. Rising like flames through clouds of smoke, reaching new heights. We'll breathe in the sun and feel the glow, like we're touching the sky. Love is on our side. Your love is on our side. Love is on our side. On our side, on our side. On our side, love is on our side. On our side, on our side. Your love is on our side. I woke up today thinking of you. I think that I know what I want to say. Gonna tell you tonight, it's you on my mind. And I can hardly wait. Countdown, breathe in and out. Listen to me now. Oh, oh. Finally you will see that if these walls come crashing down and the rain starts pouring in, and if the stars are burning out, you know that I can get through anything.
അങ്ങയുടെ ദൂരത്തിൽ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.